അത് സാധാരണഗതിയിൽ ഗവൺമെൻറ് കോർപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിലുണ്ട്. പക്ഷെ പ്രൈവറ്റ് സെക്ടറിൽ ഫാമിലി ബിസിനസ്സിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത് അത് ബേസിക്കലി ഒരു ആർട്ടാണ് ഇതിനെ കണ്ടുപിടിക്കാൻ. കാരണം ഇത് ഓൾറെഡി ഔട്ടായി കഴിഞ്ഞു സംഭവങ്ങൾ. ശരിയോ തെറ്റോ എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വളരെ പേഷ്യൻസോടുകൂടി വളരെ പ്ലാനിങ്ങോടുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ ആക്ഷൻസ് എടുത്ത് വിസിൽ ബ്ലോ ചെയ്ത ആളെ കോൺഫിഡൻസിലെടുത്ത് ഈ കാര്യം ചെയ്തതുകൊണ്ട് ഗുണങ്ങളാണ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അപ്രീസിയേഷൻ കൊടുത്ത്, തെറ്റാണെങ്കിൽ അത് വീണ്ടും ഉണ്ടാവാതിരിക്കുക രീതിയിലുള്ള പ്ലാനിങ് ചെയ്ത് എന്തൊക്കെയാണെങ്കിലും ഇതൊരു ഇൻഡിക്കേഷനാണ്, വെറുതെ ചെയ്യില്ലല്ലോ അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അതിൻ്റെ റൈറ്റ് സ്പിരിറ്റോടെയും റൈറ്റ് സീരിയസ്നെസ്സിനോട് കൂടിയാണ് കാണേണ്ടത്. അല്ലാണ്ട് വേറൊരു വ്യൂവിൽ അത് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമതാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഇടയാവില്ല, വിസിൽ ബ്ലോ ചെയ്യാൻ ആളുണ്ടാവില്ല. അപ്പോൾ കാരണം അവർക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായേക്കണമെങ്കിൽ അത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ വാല്യൂസും സിസ്റ്റംസും നമ്മുടെ ഗ്രോത്തും കമ്പനിയുടെ എക്സിസ്റ്റൻസും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കേസുകൾ ധാരാളം ഉണ്ടായിട്ടുമുണ്ട്.